ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? 177 എന്നുള്ള സ്കോറൊക്കെ അത്യാവശ്യം ഒരു ഡീസൻറ്റ് സ്കോർ തന്നെയാണ്. പക്ഷെ അതൊക്കെ വെറും 2 വിക്കറ്റ് നഷ്ടത്തിൽ ജയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടീമിൻ്റെ ആ ഒരു കോൺഫിഡൻറ്റ് അത് ശരിക്കും എത്രത്തോളാണെന്ന് പറഞ്ഞറിയിക്കാതിരിക്കാൻ വയ്യ. IPL തുടങ്ങിയത് മുതൽ ഏറ്റവും താഴെത്തട്ടിൽ കിടന്നിരുന്ന ഒരു ടീം തന്നെയാണ് കിങ്സ് 11 പഞ്ചാബ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പഞ്ചാബ് കിങ്സ്. ഇപ്പോൾ പോയിൻ്റ് പട്ടികയിലും കളിയുടെ മികവിലാണെന്നുണ്ടെങ്കിലും ഏറ്റവും മുന്നിലേക്ക് വന്നിരിക്കുകയാണ് പഞ്ചാബ് കിങ്സ്. ആരും പ്രഡിക്റ്റ് ചെയ്തിട്ടില്ല ഈ പഞ്ചാബ് കിങ്സ് ഇത്രയും ഒരു പെർഫോമൻസുമായിട്ട് ഇങ്ങനെ മുന്നിലേക്ക് വരുന്നുള്ളത്. ലക്നൗ സൂപ്പർ ജയൻസ് അത്ര ഒരു മോശം ടീമൊന്നുമല്ല. മറക്രം, മാർഷ്, പൂരൻ, പന്ത്, ബദോനി, മില്ലർ പോരെ പൂരം. പക്ഷേ ഹൈദരാബാദിൻ്റെ കാര്യം പറഞ്ഞ പോലെ വെടിക്കെട്ട് നേരെ ഉണ്ടെങ്കിൽ പോലും ചില സമയത്തൊക്കെ കാലിടറി വീഴുകയാണ്. അതാണിപ്പം പഞ്ചാബിനോട്ടുള്ള കളിയിൽ നമ്മൾ കണ്ടത്. ശ്രേയസ് അയ്യർ എന്തൊരു ഉത്തരവാദിത്തമാണ് കാണിക്കുന്നത്, എന്തൊരു അടിപൊളിയായിട്ടാണ് കളിക്കുന്നത്. ഒരു ക്യാപ്റ്റൻ്റെ ആ ഒരു കറക്റ്റ് മാച്ച്, ആ ഒരു കറക്റ്റ് ഉത്തരവാദിത്വ ബോധത്തോടെ ശ്രേയസ് അയ്യർ ഈ 2025 മിന്നുന്ന പ്രകടനത്തോടെ മുന്നോട്ട് പോവുകയാണ്. ഇത്രയും ഒരു കൺസിസ്റ്റൻ്റായിട്ട് കളിക്കുന്ന ഒരു ക്യാപ്റ്റനും ഇപ്പോൾ 2025 IPL കാണാൻ പറ്റുന്നില്ല. ഒരുപാട് ഉദാഹരണമുണ്ട്. ലക്നൗ സൂപ്പർ ജയൻസിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഋഷഭ് പന്ത്, അമൂൽ ബേബി ആകെ കുടുങ്ങിയ മട്ടാണ്. ഒരു ഓവർ കോൺഫിഡൻ്റാണ് ഋഷഭ് പന്തിൻ്റെ ഏറ്റവും വലിയ വിനാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്നിനെയും സീരിയസ് ആയിട്ട് എടുക്കാതെ വളരെ സിമ്പിളായിട്ട് കളിക്കുക. പക്ഷേ അങ്ങനത്തെ ആ ഒരു അപ്രോച്ച് ശരിക്കും ഇപ്പോൾ ഋഷഭ് പന്തിന് തിരിച്ചടിക്കുകയാണ്. ടീമിൻ്റെ ഓണർ പഴയ ആ ഒരു സൗഹൃദമൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് സ്ട്രിക്റ്റായിട്ടൊക്കെ പെരുമാറാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചില വീഡിയോസ് കാണുമ്പോൾ 27 കോടിക്കെടുത്ത മുതലാണ് 70,000 കളി എവിടെ? സൂപ്പർ ജയൻസിൽ ശരിക്കും കൺസിസ്റ്റൻ്റായിട്ട് കളിക്കുന്ന പൂരൻ, അതുപോലെ മാർഷ്. ഇപ്പോൾ ഈ ഒരു കളി നോക്കുകയാണെങ്കിലും പൂരൻ നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്, 41 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു 2025 IPL പൈസക്ക് മുതലായ കുറച്ച് കളിക്കാരുണ്ട്. അതിലൊന്നാണ് പൂരൻ. അതുപോലെ പൈസ അട്ടർ വേസ്റ്റായ ഒരു കളിക്കാരനാണ് പന്ത്. 34 ബോളിൽ 69 റൺസ് എടുത്തിട്ട് ഒരു പ്രഭാസ് ഇമ്രാൻ സിംഗ് അടുത്തൊരു സൂര്യോദയം ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ എല്ലാ മാച്ചിലും എടുത്തു പറയാണ്ടുന്ന പുതുമുഖ താരങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഓരോ മാച്ചിലും. അത് ശരിക്കും ഒരു ശുഭസൂചനയാണ്. വരുന്ന തലമുറ, ഫ്യൂച്ചർ ക്രിക്കറ്റ്, നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ള കുറച്ച് നല്ല കരുത്തുറ്റ യുവനിര വരുന്നുണ്ട്. അതിലൊന്ന് തന്നെയാണ് ഈ പ്രഭാസ് ഇമ്രാൻ സിംഗ്, അതുപോലെ ആയുഷ് ബദോനി, നേഹൽ വധേര. ഇങ്ങനെയൊക്കെ 2 ടീമുകളിലും പറയാൻ വേണ്ടിയിട്ട് കുറച്ച് യുവതാരങ്ങൾ ശ്രദ്ധേയമാർന്ന പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ട് വരുന്നുണ്ട് എന്നത് തന്നെയാണ് ഈ IPL 2025 ഏറ്റവും വലിയ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. എന്തായാലും ഇതുവരെയുള്ള പോയിൻ്റ് നില വെച്ചിട്ട് 1ാം സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ്. അതുപോലെ ലക്നൗ സൂപ്പർ ജയൻസ് 2ാം സ്ഥാനത്തുമാണ് നിൽക്കുന്നത്. ഏറ്റവും പ്രബലമായ, ഏറ്റവും പേര് കേട്ട എല്ലാ ടീമുകളും ഏറ്റവും താഴെയാണ് വന്ന് കിടക്കുന്നത്. അതിൽ ചില ടീമുകളൊന്നും ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ടീം കോമ്പിനേഷനുമായിട്ടാണ് 2025 ഇറങ്ങിയിട്ടുള്ളത്. അത് ഏതാണെന്ന് ഞാൻ എടുത്തു പറയുന്നില്ല. എന്തായാലും എല്ലാവരും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കട്ടെ, എല്ലാവരും നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ. ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ മാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മനസ്സിലുണ്ടാവുന്ന ഒരേ ഒരു ആഗ്രഹം ഡേവിഡ് മില്ലറിൻ്റെ വെടിക്കെട്ട് കാണുന്ന. പക്ഷേ എല്ലാ സമയത്തും ഈ ഡേവിഡ് മില്ലറിനെ ഈ അവസാനം കൊണ്ടുപോയിട്ടിട്ട് ആ ഒരു വെടിക്കെട്ട് മിസ്സാവുകയാണ്. ശരിക്കും ഇങ്ങനെയൊക്കെ കുറച്ച് മിസ്മാനേജ്മെൻ്റ് ഉണ്ട് ടീമിൽ. ഇത്രയും താഴെ ഒരു മനുഷ്യനെ കൊണ്ടുപോയിട്ടൊരു കാര്യമില്ല ഇത്രയും വെടിക്കെട്ട് ബാറ്റ് ചെയ്യുന്നത്. കുറച്ചൊന്നും ഒരു പൊസിഷൻ മേലേക്കാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വെടിക്കെട്ട് കാണാമായിരുന്നു. അതുപോലെ
മിസ്സാവുന്നൊരു കളിയാണ് മാക്സ്വെല്ലിൻ്റെത്. എപ്പോഴും ഈ ഒരു പഞ്ചാബ് കളിയിലേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിൽ വരുന്നത് മാക്സ്വെൽ തകർക്കണം എന്നാണ്. പക്ഷേ മാക്സ്വെല്ലിന് ഈ കളിയിൽ ബാറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും കിട്ടിയ കളികളിലൊന്നും മാക്സ്വെല്ലിന് അധികം ശോഭിക്കാൻ പറ്റിയിട്ടില്ല. ഇനിയുള്ള കളികളിൽ മാക്സ്വെൽ നന്നായിട്ട് കളിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. 2025 IPL എടുത്തു പറയേണ്ട വേറൊരു കാര്യം, രാജസ്ഥാൻ റോയൽസിൽ നിന്ന് പുറത്തേക്ക് വന്നവരാരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല എന്നൊരു കാര്യമുണ്ട്. കാരണം ചാഹൽ ഇപ്പോൾ കളിക്കുന്നത് പഞ്ചാബ് കിങ്സിലാണ്. പക്ഷേ രാജസ്ഥാൻ റോയൽസിൽ കളിച്ചിരുന്ന ആ ഒരു പെർഫോമൻസ്, ആ ഒരു സ്റ്റെബിലിറ്റി, ആ ഒരു പ്രകടനം ചാഹലിനൊന്നും ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെയാണ് ബോൾട്ട്. രാജസ്ഥാനിൽ നിന്ന് മുംബൈയിലേക്ക് വന്ന ആളാണ്. ബോൾട്ടിൻ്റെ കളിയും വളരെ മോശമാണ്. അതുപോലെ തന്നെ അശ്വിൻ റൺസ് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു പെർഫോമൻസ് 2, 3, 4 വിക്കറ്റ് എടുക്കുന്ന ആ ഒരു പെർഫോമൻസ് ഒന്നും അശ്വിന് കാഴ്ചവെക്കാൻ പറ്റുന്നില്ല.